ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഇനി 4 മാസത്തെ പെൻഷൻ ഗഡുക്കളാണ് കുടിശ്ശികയായിരിക്കുന്നത്. അതായത് 6400 രൂപ ഒരു വ്യക്തിക്ക് ലഭിക്കണം. ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ ഇങ്ങനെയാണ്. നിലവിൽ ഈ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ഈ 2024-25 സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് മാസത്തിനുള്ളിൽ ഒരു കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ വിതരണം ചെയ്യും. അത്തരത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വിതരണം ചെയ്യുമെന്നറിയിച്ച 2 ഗഡു കുടിശ്ശിക പെൻഷന്റെ വിതരണം പൂർത്തിയാകുകയും ചെയ്യും. ശേഷിക്കുന്ന 3 ഗഡുക്കൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് 2025 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും ഈ 3 കുടിശ്ശിക പെൻഷന്റെ വിതരണം ഉണ്ടാകുക. സർക്കാരിന്റെ പക്കൽ വരുന്ന ഫണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുകയുടെ വിതരണം. ഇനി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ്, കൃത്യമായി ഇനി രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നിലവിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയമാണ് എത്തിയിരിക്കുന്നത്. 60 വയസ്സിന് താഴെ പ്രായമുള്ള വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെല്ലാം വിവാഹം കഴിച്ചിട്ടില്ല, പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കണം. അതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ അപേക്ഷ വെച്ച് ശേഷം ലഭിക്കുമ്പോൾ അത് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ രേഖ സമർപ്പിക്കാത്തവർക്ക് 2025 പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ളവർക്ക് 2025 വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാവും. അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതായി വരും. എന്നാൽ ഇതെല്ലാം 2025 ഏപ്രിൽ മെയ് മാസത്തിനൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുക. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത്, നിലവിൽ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് വേണമെങ്കിൽ കൈകളിൽ വാങ്ങാം. ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ ഇത്തരത്തിൽ കൈകളിൽ തുക ലഭിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവരാണെങ്കിൽ ആ വിഹിതമായ തുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. കേന്ദ്രവിഹിതം ഒഴിച്ചുള്ള തുക നമുക്ക് കൈകളിലേക്ക് ലഭിക്കും. ഇനി നിലവിൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കണമെങ്കിൽ അതിനുള്ള അപേക്ഷയും പഞ്ചായത്തിൽ നൽകുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.